അമേരിക്ക ഇറാൻ ആണവ കരാർ അന്തിമഘട്ടത്തിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ആക്രമണത്തിന് താല്പര്യമില്ലെന്നും കരാർ വാർത്തകളുടെ വരവോടെ എണ്ണവില ഇടിഞ്ഞുപോയെന്നും ട്രംപ് പരാതി പറയുന്നു. അമേരിക്ക ചർച്ചയ്ക്കെത്തിയത് സൈനിക നടപടി അസാധ്യമായപ്പോഴാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് തിരിച്ചടിക്കുന്നു. അമേരിക്കൻ മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഇറാനോട് സന്ധിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അവരെ ഭയന്നിട്ടാണ് ഈ ഇത്തരമൊരു കോംപ്രമൈസ് ഫോർമുലയുമായിട്ട് ട്രംപ് വരുന്നതെന്നാണോ അവരുടെ പക്ഷം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇറാൻ ഈ ചർച്ചകൾക്ക് സമ്മതിച്ചത് തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ നയതന്ത്ര വിജയമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട ചർച്ചകൾ അമേരിക്കയുമായി ഒമാനിലാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച അവസാനിച്ചത്. ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കുന്നതിന്റെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ദുബായിലേക്കുള്ള യാത്രാമധ്യേ മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തിയത്. ദീർഘകാല സമാധാനത്തിനുള്ള വളരെ ഗൗരവപൂർണമായ ചർച്ചകളാണ് ഈ ആദ്യഘട്ടത്തിൽ നടന്നതെന്നാണ് ട്രംപ് പറയുന്നത്. രണ്ട് മാർഗങ്ങളാണ് അമേരിക്കയ്ക്ക് മുമ്പിലുള്ളത്. വളരെ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഈ ചർച്ചകളിലൂടെ കൊണ്ടുവരിക എന്നതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗമാകട്ടെ അത് ആക്രമണത്തിന്റെയാണ്. അത് ഒഴിവാക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറയുന്നു. അതേസമയം ഇനിയും യോജിപ്പിലെത്താൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഇറാൻ പറയുന്നതും. അതുപോലെ ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ വളരെ ശക്തമായി പ്രതികരിച്ച് ഇറാൻ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ആക്രമണം എന്നൊക്കെ പറഞ്ഞതായിരിക്കും അവരെ പ്രകോപിപ്പിച്ചത്. സൈനിക നടപടി അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയാണ് അമേരിക്ക ഇപ്പോൾ ചർച്ചകൾക്കായി എത്തിയതെന്നാണ് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി പറയുന്നത്. യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള കഴിവ് അത് ഇറാന്റെ അവകാശമാണ്, അത് ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ തകർക്കാൻ സാധിക്കുമെങ്കിൽ അത് അമേരിക്കയ്ക്ക് ഇതിനു മുമ്പ് തന്നെ സാധിച്ചേനെ. അത് സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് വന്നത്. എസ്കെനെ ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി കൊമാനിയുടെ മുതിർന്ന രാഷ്ട്രീയ സൈനിക ഉപദേഷ്ടാവുമൊക്കെയായ അലി ഷംഖാനി എന്നാൽ ഒരു കോൺട്രഡിക്ടറി പ്രസ്താവനയുമായിട്ട് NBC ന്യൂസിനോട് പറയുകയുണ്ടായി. ടെഹ്റാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് വാക്ക് കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ ദൈനംദിന ആവശ്യങ്ങൾക്കായി മാത്രമേ അവര് യുറേനിയം ഉപയോഗിക്കൂ എന്നുള്ള ധാരണയിലൊക്കെ തയ്യാറാണ്. പക്ഷേ എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പിൻവലിക്കുവാൻ അമേരിക്ക തയ്യാറാകണം, എന്നാൽ ഈ കരാറിന് തയ്യാറാണ് എന്നാണ് അദ്ദേഹം NBC ന്യൂസിനോട് പറഞ്ഞത്. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ചരിത്ര വിജയമായിട്ടാണ് അമേരിക്ക കാണുന്നത്.